ഇഡിക്ക് മുന്നിലുള്ള ഗോകുലം ഗോപാലന്റെ കുരുക്ക് മുറുകുകയാണ്. 5 മണിക്കൂറിലധികമാണ് ഇന്നലെ ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്തത്. ചോദ്യങ്ങൾ 600 കോടിയുടെ വിദേശ നാണയ വിനിമയ ചട്ട ലംഘനത്തെക്കുറിച്ചാണ്. വിദേശ നാണയ വിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട കേസിൽ വ്യവസായി ഗോകുലം ഗോപാലിനെ ഇഡി കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് 5 മണിക്കൂറിലേറെ. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ചോദ്യം ചെയ്ത ശേഷം പൂർത്തിയായ ശേഷം വിട്ടയച്ചിട്ടുണ്ട്. വിദേശ നാണയ വിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട കേസിൽ വ്യവസായി ഗോകുലം ഗോപാലിനെ ഇഡി കൊച്ചി ആസ്ഥാനത്താണ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. 5 മണിക്കൂറിലേറെയാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ നടന്ന റെയ്ഡിൽ 600 കോടിയോളം രൂപയുടെ വിദേശ നാണയ വിനിമയ ചട്ട ലംഘനവും 1.5 കോടിയോളം കണക്കിൽപ്പെടാത്ത തുകയും കണ്ടെത്തിയതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇഡിയുടെ ചോദ്യങ്ങളേറെ എന്നാണ് സൂചന. ഇഡി ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞെന്നാണ് ഗോകുലം ഗോപാലൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. ചോദ്യം ചോദിക്കാൻ ഇഡിക്ക് അധികാരമുണ്ട്, അതിന് മറുപടി പറയേണ്ട ചുമതല എനിക്കുണ്ട്. ഇഡി ഓഫീസിന് പുറത്ത് കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് ഗോകുലം ഗോപാലൻ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടത്തിയ പ്രാഥമിക മൊഴിയെടുക്കൽ പൂർത്തിയായ ശേഷമായിരുന്നു കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയുള്ള ആ ചോദ്യം ചെയ്യൽ. ഗോകുലം ഗ്രൂപ്പിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇഡി തന്നെ സമൂഹ മാധ്യമ പേജിലും വാർത്താക്കുറിപ്പിലും വിശദീകരിച്ചിട്ടുണ്ട്. ഗോകുലം ഗ്രൂപ്പ് RBI ഫെമ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട്. ചട്ടം ലംഘിച്ച് 592.54 കോടി രൂപയുടെ വിദേശ ഫണ്ട് സ്വീകരിച്ചതായി ഇഡി വ്യക്തമാക്കുന്നുണ്ട്. 370.80 കോടി രൂപ പണമായും 220.74 കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച് പണം കൈമാറുകയും ചെയ്തു. പിടിച്ചെടുത്ത രേഖകൾ ഇപ്പോഴും ഇഡിയുടെ പരിശോധന തുടരുകയാണ്. ഗോകുലം ഗോപാലിന്റെ ചെന്നൈയിലും കോഴിക്കോടുമുള്ള വീടുകളിലും ഓഫീസുകളുമായി 5 ഇടങ്ങളിൽ ഇഡി പരിശോധന നടത്തിയിരുന്നു. ചെന്നൈയിലെ ഓഫീസ്, വീട്, കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസ്, ഗോകുലം മാൾ എന്നിവയിലെല്ലാം റെയ്ഡ് നടത്തുകയും ചെയ്തു. ഏതായാലും വലിയ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗോകുലം ഗോപാലിന്റെ അറസ്റ്റ് അടക്കമുള്ള നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന സൂചന പോലും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്.